أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 29ാമത്തെ ക്ലാസ്. നമ്മൾ കിതാബ് അഹ്കാമു ത്വഹാറത്തിലാണല്ലോ ഉള്ളത്. അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ ചർച്ചകളും അതിൽ കഴിഞ്ഞു. ഇനി തുടങ്ങുന്നത് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തുഹൂറൻ ലിയുതഹിറകും ബിഹി എന്ന് വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ ഒരു ആയത്ത് എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ത്വഹാറത്തിന്റെ ബാബിലൂടെ തുടക്കം കുറിക്കുന്നത്. വഅൻസൽനാ നമ്മൾ ഇറക്കി, മിനസ്സമായി മുകൾ ഭാഗത്തിൽ നിന്ന്, ആകാശലോകത്തിൽ നിന്ന് നമ്മൾ ഇറക്കി തന്നു, മാഅൻ വെള്ളത്തെ, തഹൂറൻ തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനും പറ്റുന്നതായ വെള്ളത്തെ ഇറക്കി തന്നു. എന്തിനാണ് അല്ലാഹു തആല വെള്ളത്തെ ഇറക്കി തന്നു ചോദിച്ചാൽ, യുതഹിറകും ബിഹി, ആ വെള്ളം കൊണ്ട് അല്ലാഹു നിങ്ങളെ ശുദ്ധിയാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ശുദ്ധീകരണം നടത്തുവാൻ വേണ്ടിക്കൊണ്ട് തൊഹൂറായ വെള്ളത്തെ ആകാശലോകത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി തന്നു എന്നാണ് ആ ആയത്തിന്റെ സാരം. ഇനി അതിന്റെ ഷറഹിലൂടെ ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. അൻസൽന എന്നുള്ളടത്തായി ഇൻസാരൻ ഒരു ഇറക്കൽ ഇറക്കി തന്നു, മുസ്തമിർ നിലകൃതിയായ മുറിയാത്ത ഇറക്കല്, ബാഹിറലിൽ ഉഖൂലി ബുദ്ധികൾക്ക് പ്രത്യക്ഷമാകുന്ന രീതിയിൽ തന്നെ അല്ലാഹു തആല അങ്ങനെ ഇറക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നാഷിയൻ അൻ അളമത്തിന, നമ്മുടെ അളമത്തിനെയും തൊട്ട് ഉണ്ടാകുന്നതായ ബുദ്ധികൾക്ക് മനസ്സിലാകുന്ന നിലകൃതിയായി ഇറക്കൽ അല്ലാഹു തആല ഇറക്കി. ഇത് അൻസൽന എന്നതിന്റെ തഫ്സീറാണ്. മിനസ്സമായി എന്ന് പറഞ്ഞാൽ അയിൽ ജിർമിൽ മഅ്ഹൂദ്, അറിയപ്പെട്ടതായിരിക്കുന്നൊരു തടി എന്നാണ് മിനസ്സമായുടെ അർത്ഥം കൊടുത്തത്. അതിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി എന്ന് പറയുമ്പോൾ ഇൻ ഉരീദൽ ഇബ്തിദാ, തുടക്കത്തെയാണോ ഉദ്ദേശിക്കപ്പെടുന്നത് എങ്കിൽ ജിർമുൽ മൗഹൂദാണ്. അല്ലെങ്കിൽ പിന്നെ അവി സഹാബി, മേഘത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കിയെന്ന് അർത്ഥം വെക്കാം. അതെങ്ങനെ? ഇൻ ഉരീദൽ ഇന്തിറാഹു, അറ്റത്തെയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ സഹാബ് എന്നർത്ഥം വെക്കാം. തുടക്കത്തെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അറിയപ്പെട്ട ജിർമ് ആകാശത്തിൽ നിന്ന് എന്ന് വെക്കാം. മാഅൻ വെള്ളത്തെ അല്ലാഹു തആല ഇറക്കി തന്നു എന്നല്ലേ പറയുന്നത്. ഫീഹി, ഈ പറഞ്ഞതിലുണ്ട് ഉമൂമുൻ, ഇത് ഉമൂമുണ്ട്, എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്. എന്ത് കാരണത്തിന് വേണ്ടി? മിന്നൈസി നിശ്ചയമായിട്ടും ഈ വെള്ളത്തെ ഇറക്കി തരിക എന്നുള്ളത് ലിൽ ഇംതിനാനി, അതൊരു ഗുണം ചെയ്യുക എന്നതിന് വേണ്ടി ആയതുകൊണ്ടാണ്. എല്ലാത്തിനും ഉൾപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ വെള്ളത്തിനെയും അത് ഉൾപ്പെടുത്തുന്നുണ്ട് മാഅൻ എന്ന് പറയുമ്പോ. മിഹാദ, ഇതുകൊണ്ട് ഉസ്തുഫീദമിന്നു, അള്ളാഹുവിന്റെ വാക്കിനും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്ത് മനസ്സിലാക്കിയെടുത്തു? അന്നഹു ത്വാഹിറുൻ, വെള്ളം ത്വാഹിറാണ് എന്ന് മനസ്സിലായല്ലോ. കാരണം ഇത് ഇംതിനാന ബിൻ നജസി, നജസായത് ഗുണം ചെയ്യലില്ല. ഇംതിനാന് വേണ്ടി ഇറക്കിയെന്ന് പറയുമ്പോൾ അതിന് തന്നെ മനസ്സിലാക്കാം വെള്ളം ത്വഹൂറാണ്, ത്വാഹിറാണ് എന്ന് മനസ്സിലായി. ഫമിൻ തമ്മ, അപ്പോൾ വെള്ളം താഹിറാണ് എന്നതുകൊണ്ട് വന്നപ്പോ കാന ത്വഹൂറ, ആ വെള്ളം എന്തായെന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളം എന്താക്കി തന്നു? ത്വഹൂറായ വെള്ളമാക്കി തന്നു. ഇവിടെ മഅനാഹു തഹൂറൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മുതഹിറൻ ലിഗൈരി, മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നത് എന്നാണ് തഹൂറിന്റെ അർത്ഥം. വഇല്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കുക എന്ന അർത്ഥമല്ല തഹൂർ എന്നതിനുള്ളത് എങ്കിൽ ലസിമ തഅക്കീദ് നിർബന്ധമാകും. മാ എന്ന് പറയുമ്പോൾ തന്നെ താഹിറായ വെള്ളമാണെങ്കിൽ തഹൂർ എന്ന് പറയുമ്പോൾ താഹിർ എന്നതിന് അർത്ഥം വെക്കുകയാണ് എങ്കിൽ എന്താവും? അത് തഅക്കീദായിട്ടാണ് വരികയുള്ളൂ. അപ്പൊ പിന്നെ ഇനി ഏറ്റവും നല്ലത് എന്താവുക? തഅസീസ് ഖൈറും മിന്നു, തഅക്കീദിനേക്കാൾ ഏറ്റവും നല്ല തഅസീസ് ആണെന്നാണ്. അപ്പൊ തഅസീസാക്കലാണ് ഏറ്റവും നല്ലത്. എന്തിനേക്കാൾ? തഅക്കീദിനേക്കാൾ എന്ന്. എന്താ അപ്പൊ തഅസീസ്? തഅസീസ് എന്ന് പറയുമ്പോൾ അതിലെന്താ അർത്ഥം? അതിന്റെ മുമ്പുള്ള ഒരു അർത്ഥത്തെയോ ഒരു ആശയത്തെയോ മനസ്സിലാക്കി തരുന്നില്ല. അങ്ങനെ മനസ്സിലാക്കി തരാത്തൊരു ആശയത്തെ ഇത് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ മനസ്സിലാക്കി തരിക എന്നുള്ളത് തന്നെയാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കുക എന്നുള്ളത്. അതാണ് ത്വഹൂർ എന്നതിലുള്ളത്. ഇതാക്കണ്ട. ഇതിലൊരു ദാലിക്ക ആയുധൻ ത്വഹൂർ എന്ന് പറയുന്നത് മുത്തഹിറൻ വൈരി എന്നതുപോലെ തന്നെ അതിനെ അറിയിക്കുന്നുണ്ട്. ലിയുതഹിറകും ബിഹി എന്നുള്ളത് അറിയിച്ചു തരുന്നുണ്ടല്ലോ.
അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അപ്പൊ തന്നെ മനസ്സിലാക്കുക, തനിയെ ശുദ്ധി ഉള്ളതോടൊപ്പം മറ്റൊന്നിനെന്താക്കുന്നതാണത് മുത്തഹിറുമാണ് എന്ന് തിരിയും. അന്നഹു അൽ അസ്ലു, നിശ്ചയമായിട്ട് തഹൂർ എന്നുള്ളത് അസ്ലാണ്. ആ അസ്ലായ തഹൂർ ഫി ഫഊൽ, ഫഊൽ വസ്നിൽ അത് അസ്ലാണ്. വഇൻ ജാ മസ്തർ, അത് മസ്തറായി വന്നാലും ഫഊൽ വസ്നിൽ അസ്ലായി നിൽക്കുന്ന ഒരു മസ്തറാണ് തഹൂർ എന്നതാണ്. അതിൽ വേറൊന്നും കൂടിയുണ്ട്, ഒരു മുബാലഗത്തി അതോടൊപ്പം തന്നെ മസ്തറായതോടൊപ്പം തന്നെ എന്തുണ്ട്, ഒരു മുബാലഗത്തി ഒന്ന് മുബാലഗത്തിന് ഒന്ന് അധികരിപ്പിക്കുക എന്നതിനും കൂടി ഉള്ളതാണത്. ആ തഹൂർ എന്ന ഫഊൽ വസ്നിൽ മുബാലഗത്തിന് വരും. അതെങ്ങനെയാ? ഫായിലിന്റെ അർത്ഥത്തിൽ ഉള്ളതിൽ കൂടുതലിന്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്. ഒരു ഫായിലിന്റെ അർത്ഥം അവിടെ ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ ഇത് അറിയിക്കുന്നു. ആ കൂടുതലുള്ളതിന്റെ മേലിൽ അറിയിക്കുന്നു തഹൂർ എന്നതുകൊണ്ട് മുബാലഗത്തിനുള്ളതാണ്. എന്തോടൊപ്പം ലഹു, ഈ ഫായില് അതിനോട് എന്താവുക എന്ന് പറയാം, ഫായിലിനോട് ഈ തഹൂർ ഫഊൽ വസ്ന് ഫായിലിനോട് സമമാവുക എന്നതോടൊപ്പം തന്നെ ഫായിലിന്റെ അർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മേൽ എന്താവുന്നുണ്ട്, ഈ തഹൂർ എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. തഅദ്ദിയൻ, മുതഅദ്ദിയായിട്ട്. ലറൂബ്, ലറൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാരിബ് എന്ന് പറയുന്ന ഇസ്മുമാന്റെ അർത്ഥത്തിനേക്കാൾ കൂടുതൽ കിട്ടും ലറൂബ്, അത് മുതഅദ്ദിയാണല്ലോ. എന്നതുപോലെ തന്നെയാണ് ത്വാഹിർ എന്ന് പറയുന്ന അർത്ഥത്തിനേക്കാൾ കൂടുതൽ തഹൂറിലുണ്ട്, അത് മുതഅദ്ദിയായിട്ട് ഉപയോഗിക്കാം. അത് ലുസൂമൻ ലാസിമായിട്ടും എന്താണെന്നറിയാമോ, മുതഅദ്ദിയായിട്ടും സമമായിട്ട് വരുന്നുണ്ട് ഫായില് വസ്നോട് തഹൂർ എന്നുള്ളത്. സബൂർ, സബൂർ എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവർ, നല്ല ക്ഷമയുള്ളവരെന്നാ. അപ്പൊ സാബിർ എന്ന് പറയുന്ന അർത്ഥത്തിനോട് സബൂർ എന്നത് യോജിക്കുന്നതോടൊപ്പം തന്നെ സാബിറുള്ള അർത്ഥത്തിനേക്കാൾ കൂടുതൽ അർത്ഥം സബൂറിലുണ്ടല്ലോ, അത് ലാസിമല്ലേ. ഇങ്ങനെ അങ്ങനെ മുബാലഗത്തിനും വരാം. ആലത്തി, ആലത്തിന്റെ ഇസ്മിനായിട്ടും എന്ത് വരും, തഹൂർ വരും. ഏതുപോലെയൊക്കെ സഹൂരിൻ, സഹൂർ എന്ന് പറയുന്നത് ലിമ യതസഹറുബി, ഏതൊന്നുകൊണ്ടാണോ അത്തായം കഴിക്കുന്നെങ്കിൽ ആ ഒന്നിനുള്ള പേരാണ് സഹൂർ. സുഹൂറോ വബിഹാദൽ ഇസ്തിറാഖി, ഈ പറഞ്ഞതായിരിക്കുന്ന ഇസ്തിറാഖ് കൊണ്ട്, അഥവാ മുബാലഗത്തിന് വരിക, ആലത്തിന് വരിക എന്നൊക്കെ പറഞ്ഞ ഇസ്തിറാഖ്, ഈ ഇസ്തിറാഖ് കൊണ്ട് മാ കൗൽ അസ്ലി മാ ദുക്കിറ, അസ്ലി പറയപ്പെട്ടതാണ്. ഫഊൽ വസ്നുള്ള അസ്ലി അത് മസ്തറാണെങ്കിൽ അസ്ൽ അങ്ങനെ പറയപ്പെട്ടതോടൊപ്പം തന്നെ ആലത്തിനും മുബാലഗത്തിനൊക്കെ വരാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇന്ദ ബഅൽ ഇസ്തിദ്ലാലു ബിഹി, ഒന്ന് എന്തായെന്നറിയാമോ, ഇന്ദ ബഅൽ ഇസ്തിദ്ലാലു ബിഹി, അതുകൊണ്ട് ലക്ഷ്യം പിടിക്കലില്ലാതെയായി. എന്തിന്? ലിതഹൂരിയത്തിൽ മുസ്തഅമലി, മുസ്തഅമലായിരിക്കുന്ന വെള്ളം തഹൂറായിരിക്കുക എന്നതിന് ഈ തഹൂർ കൊണ്ട് ഇസ്തിദ്ലാലാക്കുക എന്നുള്ളത് ഇല്ലാതെയായി. നളറൻ ഇലാ ഇഫാദത്തിഹിൽ മുബാലഗത, അതെന്തിനാ? ഇഫാദത്തിഹി, അത് ഫായിദ ഒപ്പിക്കലിലേക്ക് നോക്കിയതിന് വേണ്ടി. എന്തിനെ? അൽ മുബാലഗത, കൂടുതലാക്കലിനെ. എന്തോടൊപ്പം തന്നെ അല അന്ന ഫീമാ ഖുൽനാഹു, നമ്മൾ പറഞ്ഞായിരിക്കുന്ന ഒന്നിലുണ്ട് എന്ത്? തെക്റാർ ഉണ്ട്. ആ തെക്റാർ ഉള്ളതുകൊണ്ട് ഒപ്പം തന്നെ മുബാലഗത്തിനെ ഇത് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നതിലേക്ക് നോക്കിയതിന് വേണ്ടിയിട്ടാണ് മുസ്തഅമലിനെ തഹൂറായിരിക്കുക എന്നതിന് ഈ തഹൂർ കൊണ്ട് ലക്ഷ്യം പിടിക്കുക എന്നുള്ളത് ഇല്ലാതെയാക്കിയത്. ആയതൻ എന്ന് പറയുമ്പോൾ വീണ്ടും മുബാലഗത്തിന്റെ അർത്ഥം കിട്ടണ്ടല്ലോ തഹൂറിന്. മുബാലഗത്തിന്റെ അർത്ഥം ഉള്ളതുപോലെ തന്നെ ഇത് മുബാലഗത്തിനെ മനസ്സിലാക്കി തരുന്നുമുണ്ടല്ലോ. ലിറഫ്ഇഹി, എന്തുകൊണ്ടെന്നറിയാമോ? ഈ വെള്ളം തഹൂർ എന്ന് പറയുന്നതിൽ എന്തിന്? ലിറഫ്ഇഹി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തിന്? ലിറഫ്ഇഹി, ആ വെള്ളം ഉയർത്തിയതിന് വേണ്ടി. ഒരൊറ്റ അവയവത്തിന്റെ ജുസുക്കളുടെ അശുദ്ധികളെ മുഴുവനും ഈ വെള്ളം ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഉയർത്തിയതിന് വേണ്ടി കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് വന്നത്? ബിജറിഹി അലൈഹി, ആ ഒരൊറ്റ അവയവത്തിന്റെ മേൽ ഈ വെള്ളത്തെ നടത്തി.
ആ നടത്തൽ കൊണ്ട് തന്നെ ഒരൊറ്റ അവയവത്തിന്റെ ജുസുക്കളുടെ എല്ലാ അശുദ്ധികളെയും എന്താക്കുന്നുണ്ട്? അത് നീക്കിക്കളയുന്നു, ഉയർത്തിക്കളയുന്നു. അങ്ങനെ ഉയർത്തിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തുഹൂർ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആലത്തിന്റെ ഇസ്മായിട്ട് വരാം, മുബാലകത്ത് വരാം, ഒക്കെ വരാന്ന് പറഞ്ഞു. അമ്മൽ മലമൂമു, അപ്പോൾ ലൊമ്മാക്കപ്പെട്ട് തുഹൂർ എന്ന് വന്നാലോ എന്നാ ഇവിടെ തുഹൂറായിട്ടപ്പോ പറഞ്ഞു. അമ്മൽ മലമൂമു, അപ്പോൾ ലൊമ്മാക്കപ്പെട്ടത് യഖ്തസുബിൽ മസ്തരി, അത് മസ്തർ കൊണ്ട് മാത്രമേ പ്രത്യേകമുള്ളൂ. തുഹൂർ പോലെ മസ്തറും മുബാലകത്തും ആലത്തുമായിട്ട് വരൂല, ഒരു മസ്തരേ ഉള്ളൂ തുഹൂർ എന്നാവുമ്പോ. ഫഖീല പറയപ്പെട്ടിട്ടുണ്ട്, എത്തിയത് വരും ബിമാനിൽ മുത്തഖിരിൽ ഗൈരിഹി, തുഹൂർ എന്നുള്ളതും മറ്റൊരു മായന, മറ്റൊന്നിനെ ശുദ്ധിയാക്കുക എന്ന അർത്ഥത്തിലും വരുമെന്ന് പറയുന്നുണ്ട്. ഐതൻ തുഹൂർ എന്നത് മുത്തഖിറിന് വെച്ചതുപോലെ തുഹൂറും വരും. ഇനി വഖ്തിസാദു തുഹാറത്തി ബിൽ മാഇ അല്ലദി അശാറത്തി ഇലൈഹില്ലായതു, ആയത്ത് ചൂണ്ടിക്കാണിച്ച് തന്നതായ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കൊണ്ട് തുഹാറത്തിന് പ്രത്യേകമാക്കുക എന്നുള്ളത്. തുഹാറത്തിന് പ്രത്യേകമാക്കിയത് ആ വെള്ള, ആ വെള്ളത്തിലേക്കാണല്ലോ ആയത്ത് ചൂണ്ടിയത്. അങ്ങനത്തെ ഒരു വെള്ളം കൊണ്ട് തുഹാറത്തിനെ പ്രത്യേകമാക്കുക എന്നുള്ളത്. അലാ യറുദ്ദു ശറാബൻ തുഹൂറ, അതോടൊപ്പം തന്നെ എന്താണെന്നറിയാമോ, അതോടൊപ്പം തന്നെ കുടിക്കുന്ന പാനീയം, ആ പാനീയം എന്താ തുഹൂറാവുക എന്നതിനർത്ഥയോ ഇല്ല. ഷറാബും തുഹൂറായിരിക്കുക എന്നതിനെ ഈ ഇഖ്തിസാസ് കൊണ്ട് എന്തെയില്ല, റദ്ദ് ചെയ്യുന്നില്ല. ആ നിലയിൽ ത്വഹാരത്തെ വെള്ളം കൊണ്ട് പ്രത്യേകമാക്കുക എന്നുള്ളത് ലിഅന്നഹു ഷറാബൻ തുഹൂറിനെ റദ്ദ് ചെയ്യില്ലെന്ന് പറയാൻ കാരണം ഖദ് വസിഫ, ആ ഷറാബിന് വസ്ഫ് പറയപ്പെട്ടിട്ടുണ്ട്. ബിഅഇലാ സിഫാത്തിൻ ദുനിയ, ദുന്യാവിന്റെ സിഫത്ത് ഏതുണ്ടോ അതിനേക്കാൾ മികച്ച സിഫത്ത് കൊണ്ട് ആഖിറത്തിൽ ഈ ഷറാബിന് എന്തു പറയുന്നുണ്ട്, സിഫത്ത് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷറാബ് തുഹൂറായിരിക്കുക എന്നതിനെ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞ വെള്ളം കൊണ്ട് ത്വഹാറത്തിന് ഇഖ്തിസാസ് ആക്കിയത് കൊണ്ട് റദ്ദ് ചെയ്യൂല. ആ നിലപാടിൽ തന്നെ ത്വഹാറത്തിനെ മാ കൊണ്ട് പ്രത്യേകമാക്കുക എന്നുള്ളത് തഅബ്ബുദിയുൻ, അത് നമുക്ക് തിരിയൂല. അങ്ങനെ സറ വെച്ചു, അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം. ഔ ലിമാ ഫീഹി, അല്ലെങ്കിൽ പിന്നെന്താക്കാം, വെള്ളത്തിലുണ്ടായത് കൊണ്ടാണ് പ്രത്യേകമാക്കിയത്. എന്തുണ്ട്? പിന്നെ ലിഖത്തി വല്ല തോപത്തി അല്ലത്തി ലാ തൂജദു ഫീ ഗൈരിഹി, മറ്റു വല്ലതിലും വെള്ളമല്ലാത്തതിൽ എത്തിക്കപ്പെടാത്ത ഒരു കട്ടി കുറവുകളും അതുപോലെ തന്നെ ഒരു മയമൊക്കെ എന്തിലുണ്ട്? വെള്ളത്തിലുണ്ട്. ആ നിലക്കായിരിക്കാം, അതിന് വേണ്ടിയായിരിക്കാൻ രണ്ടാമത്തെ കാരണം പറയുന്നത് ത്വഹാറത്തിന് ഇഖ്തിസാസാക്കിയത് മാകൊണ്ട്. വമിൻ തമ്മ, ഈ കാരണത്തിന് വേണ്ടി കൊണ്ട് തന്നെയാണ് ഖീല പറയപ്പെട്ടിട്ടുണ്ടല്ല ലൗനലഹു, വെള്ളത്തിന് നിറമില്ല. വബിഹാദൽ ഇഖ്തിസാസി, ഇങ്ങനെ ത്വഹാറത്തിന് ഇഖ്തിസാസാക്കിയല്ലോ വെള്ളം കൊണ്ട്, ആ ഇഖ്തിസാസ് കൊണ്ട് യത്തമൻഹും മുക്കഹാക്കൾ തടഞ്ഞത് വെളിവാകും. എന്തിനെ? അൽ ഖിയാസ, ഖിയാസാക്കലിനെ, അലഹി വെള്ളത്തിന്റെ മേൽ മറ്റൊന്നിനെ ഖിയാസാക്കലിനെ എന്താന്നുള്ളത് ഈ ഇഖ്തിസാസ് കൊണ്ട് തന്നെ മനസ്സിലായല്ലോ എന്ന്. ലാലി മഫ്ഹൂമിഹി, അല്ലാതെ പിന്നെ എന്തല്ല, ആ ത്വഹാറത്തിന് പറഞ്ഞത് മഫ്ഹൂമുണ്ട്, അതിന്റെ മഫ്ഹൂമുണ്ടായത് കൊണ്ടല്ല, ആ മഫ്ഹൂം കൊണ്ട് പ്രത്യേകമായതല്ല. അപ്പോ ആ മഫ്ഹൂമിന് വേണ്ടിയല്ല ഇത്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇഖ്തിസാസ് ഉള്ളത്. കാരണം അന്നഹു ലഖബുൻ, മഫ്ഹൂം എന്താണെന്നറിയാമോ? ലഖബാണ്. അപ്പൊ ആ ലഖബായതുകൊണ്ട് അത് പറ്റുകയില്ല. ലഖബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലഖബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കിയ ലഖബല്ല, ഒരു പ്രത്യേകമായ പേരിനെ ഉൾപ്പെടുത്തുന്ന ജാമിദായ ഒരു ഇസ്മ എന്നാണ് അതിനർത്ഥം. അങ്ങനത്തെ ഒരു ജാമിദായ ഒരു ഇസ്മായിട്ട് വരുന്ന മഫ്ഹൂമാണ് ഇവിടെ ഉള്ളത്. ആ മഫ്ഹൂമ് ലഖബായതുകൊണ്ട് പറ്റൂല. യുഷ്തറത്തൂരി റഫ്ഇൽ ഹദസി, അശുദ്ധിയെ ഉയർത്തലിന് ശർത്താക്കപ്പെടും. ഇജ്മാഅൻ, അശുദ്ധിയെ ഉയർത്തലിന് ശർത്താക്കപ്പെടുന്നത് ഇജ്മാഅൻ. വഉതിരില, ഇജ്മാഇന് എതിർക്കപ്പെട്ടിട്ടുണ്ട്. വഹുവ, അത് ഉനായി, അതപ്പോ ഇത്തിറാദ് ഉണ്ട് ഇവിടെ. ഇജ്മാഅാണ്, അതിന് ഇത്തിറാദ് ഉണ്ട് താനും.
വഹുവ ഹദസ് എന്ന് പറഞ്ഞാൽ ഹുന ഈ ബാബില് അംറുൻ ഇഅ്തിബാരിയുൻ ഒരു പരിഗണിക്കുന്ന കാര്യമാണ്. അത് ഖായിമുൽ അളായി അംഗങ്ങൾ നിൽക്കുന്നതുമാണ്. യംനൗ സിഖത്തനാവി സ്വലാത്തി നിസ്കാരം പോലോത്ത് ശരിയാവില്ല തടയുന്നതുമാണ്. ഹൈസുല മുറഹിസ അതിനെ തർഹീസാക്കുന്ന ഒന്നും ഇല്ലാത്തിടത്ത്. തർഹീസ് ഇളവ് നൽകുന്ന ഒന്നേതാ വെള്ളമില്ലാതിരിക്കുക എന്നുള്ളത്. ഇത് വെള്ളം ഉണ്ടായിട്ട് പറയാം, ഇങ്ങനെ നിർവചിക്കാം. അല്ലെങ്കിൽ അശുദ്ധി എന്ന് പറഞ്ഞാൽ അവിൽ മൻ മുതറത്തിബ് അലാ ദാലിക ആ അശുദ്ധിയുടെ മേൽ തുടർന്ന് വന്നതായിരിക്കും ഒരു തടസ്സം എന്നുമാവാം. ഈ പറഞ്ഞതുണ്ടല്ലോ, അതായത് ഇതിനെ ഉയർത്തും. തയമ്മും എന്താവുക, ഇതിനെ ഉയർത്തിക്കളയുക എന്നുള്ളത്. ഈ തയമ്മും എന്നുള്ളത് എന്താണെന്നറിയാമോ? ഇതിനെ ഉയർത്തിക്കളയും. ഏത്? ഈ മൻഅനെ ഉയർത്തുമല്ലോ. ഈ മൻഅനെ ഉയർത്തുക എന്നുള്ളത് ലാ യറുദ്ദു, മൻഅനെ ഉയർത്തിക്കളയുക എന്നുള്ള ലാ യരിദു, അത് വരൂല. അപ്പൊ തയമ്മം ഇവിടെ എന്തുണ്ട്? മൻഅനെ ഉയർത്തുന്നുണ്ടല്ലോ എന്നുള്ളത് ഇതനുസരിച്ച് വരണ്ട, വരൂല. കാരണം ഞാനോ നിശ്ചയമായിട്ടും തയമ്മം എന്ന് പറയുന്നത് റബ്ബുൻ ഖാസും അതൊരു പ്രത്യേകമായിരിക്കുന്ന ഉയർത്തലാണ്. ബിൻ നിസ്ബത്തി ഫർളിൻ വാഹിദിൻ ഒരൊറ്റ ഫർദിലേക്ക് ചേർത്ത് നോക്കിയിട്ടുള്ള പ്രത്യേകമായ ഉയർത്തല തയമ്മമുള്ളത്. വകലാമുന നമ്മുടെ സംസാരമാണെങ്കിലോ ഫിർറഫ്അൽ ആമി ഒരു പ്രത്യേക ഉയർത്തലിലല്ല, മൊത്തത്തിലുള്ള ഉയർത്തലില്ല നമ്മുടെ ചർച്ച. വഹാദാ ഖാസും ബിൽ മായി അങ്ങനെ മൊത്തത്തിലുള്ളതായിരിക്കുന്ന ഉയർച്ച എന്ന് പറയുന്നത് അത് വെള്ളം കൊണ്ട് മാത്രം പ്രത്യേകമായതാണ്. അപ്പൊ വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ. ബഹുവാ ശുദ്ധിയാകുന്നത് ഇമ്മാ സ്വറു വന്നിരിക്കൽ ചെറിയ ശുദ്ധിയായിരിക്കാം. വറാഫിയഹു അപ്പോൾ ആ സാറിനെ ഉയർത്തുന്നത് അൽ വുദൂലുണ്ടാക്കലാണ്. വഇമ്മാ കിബറു വന്നിരിക്കൽ വലിയ ശുദ്ധിയായിരിക്കാം. വറാഫിയഹു അതിനെ ഉയർത്തുന്നത് അൽ ഗുസ്ലു കുളിയാണ്. വഖദ് യുഖസ്സമു ഹാദാ ചിലപ്പോൾ ഈ അശുദ്ധിയെ ഓഹരി ചെയ്യപ്പെടാൻ കഴിയും. എങ്ങനെ? ഹറാമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ തവാഫുത്ത് ഏറ്റ വ്യത്യാസമാവുക എന്നതിലേക്ക് നോക്കിയതിന് വേണ്ടിയിട്ട് ഈ അശുദ്ധി സംശയിക്കപ്പെടാമില്ല. മുതവസ്സിത്തിൻ മുതവസ്സിത്തായിരിക്കുന്ന അശുദ്ധി എന്ന് പറഞ്ഞിട്ടൊരു ഓഹരിയുണ്ട്. ഒഹുവ മുതവസ്സിത്തായിരിക്കുന്ന അശുദ്ധി മാദൽ ഹൈദ് വൻ നിഫാസ് ഹൈദും നിഫാസുമല്ലാത്ത ജനാബത്തുമല്ലാത്ത ഏതെല്ലാമുണ്ടോ അതാണ് മുതവസ്സിത്തായിരിക്കുന്ന ശുദ്ധി. അക്ബർ എന്നതിലേക്കും എന്തു ചെയ്യാം? ഈ അശുദ്ധി സംശയിക്കാം. വലിയ അശുദ്ധി ഏതാണ്? ഹൈദും നിഫാസും ജനാബത്തൊക്കെയാണ്. എന്താണ് അങ്ങനെ അക്ബർ വരാൻ കാരണം? ഇതുമാ യഹ്റും ബിഹിമാ കിസ്റൂ ഹൈദ് നിഫാസ് പോലോത്തത് കൊണ്ട് ഹറാമാകുന്ന കാര്യം അധികമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് രണ്ടുമാണ് അക്ബർ എന്ന് പറയാൻ കാരണം. അപ്പൊ അക്ബർ മുതവസ്സിത്ത് എന്നതിലേക്ക് ഈ അശുദ്ധിയെ നമുക്ക് എന്താക്കാം? ഓഹരി ചെയ്യപ്പെടാൻ കഴിയും ഏറ്റ വ്യത്യാസത്തിലേക്ക് നോക്കുമ്പോ. അപ്പൊ അശുദ്ധി ഉയർത്തലിന് ഷർത്താണ്. അതുപോലെ നജസ് ഉയർത്തലിനും ഷർത്താണ്. നജസിനെ ഉയർത്തലിനും ഷർത്താണ്. എന്തെന്നിലെ വ്യാഖ്യാനം വരുന്നുണ്ട്. ഈ നജസ് ഷറഇല് മുസ്തഖ്ദിറുൻ യംനഉ സിഹ്ഹത്ത സ്വലാത്തി ഹൈസു ലാ മുറഖിസ തർഖീസ് ഇളവ് നൽകുന്ന ഒന്ന് ഇല്ലാത്തയിടത്ത് നിസ്കാരം ശരിയാവലിനെ തടയുന്ന മ്ലേച്ഛമായത് അതിനാ നജസ് എന്ന് പറയുക. അതുണ്ടായ നിസ്കാരം ശരിയാവൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയാമോ? ഔ മാനൻ യൂസുഫിൽ മഹല്ലു അൽ മുലാഖി ലി ഐനിൻ മിൻ ദാലിക മഅ റുതൂബത്തിൻ പസർമയുള്ളതോടുകൂടെ ആ മുസ്തഖിദറായ വസ്തുവിൽ മുസ്തഖിദറിൽ നിന്ന് ഒരു ഐനിനോട് കണ്ടുമുട്ടിയതായിരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനത്തെ സ്ഥലത്തിന് എന്ത് പറയപ്പെടാൻ പറ്റും? ഇതുകൊണ്ട് വസ്തു പറയപ്പെടാൻ പറ്റും. ഏതുകൊണ്ട്? ഈ നജസ് കൊണ്ട്. അപ്പൊ നജസായ സ്ഥലം എന്ന് പറയാലോ. അങ്ങനെ ഈ നജസ് കൊണ്ട് വസ്തു പറയപ്പെടാൻ പറ്റുന്നൊരർത്ഥം അതിനും പറയാം നജസ് എന്ന്. വഹാദ ഈ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം ഉവൽ മുറാദു ഹുന ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതാകുന്നു. കാരണം ഈ രണ്ടാമത്തെ അർത്ഥപ്രകാരമുള്ളതായിരിക്കുന്ന ഈ നജസിനെ ശുദ്ധീകരിക്കുക, ഉയർത്തിക്കളയുക എന്നുള്ളത് വെള്ളമല്ലാതെ മറ്റൊന്നും ഉയർത്തുന്നുമില്ല. അതാണ് കാരണം രണ്ടാമത്തത് ഉദ്ദേശിക്കുവാനുള്ള കാരണം.
അപ്പോ അങ്ങനെ വരുമ്പോൾ മാത്രമല്ല മറ്റൊരു കാരണം കൂടി ഉണ്ട്. അന്നൽ മുസന്നിഫ നിശ്ചയമായിട്ടും ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇസ്തഅമല ബിഹി ഈ നജസിൽ ഉയർത്തുക എന്ന കാര്യത്തിൽ ഇസ്തിമാൽ. അപ്പൊ ഈ നജസിൽ മുസന്നിഫ് അവർ ഉപയോഗിച്ചിരിക്കുന്ന എന്നതിനെയാവുന്നു. അതുകൂടി കൊണ്ടാണ് രണ്ടാമത്തെ മാനോട് ഉദ്ദേശിക്കുന്നത്. അത് ഉറച്ചതുപോലെ യഥാർത്ഥത്തിൽ നജസിൽ എന്താവുകയില്ല, ആ റഫ് ശരിയാവുകയില്ല. ഇല്ലാ അലാ ഹാദൽ മഅന, ഈ രണ്ടാമത്തെ അർത്ഥപ്രകാരം അല്ലാതെ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് അമ്മാനൽ അവൽ. അപ്പൊ ആദ്യത്തെ അർത്ഥപ്രകാരം വെച്ചാൽ തർഹീസില്ലാത്ത ആ ഐസ്യത്തിൽ കൂടെ നിസ്കാരം തടയലിനെ ശരിയാവലിനെ തടയുന്ന മുസ്തഖിർ എന്നങ്ങാം അർത്ഥം ആ പ്രകാരം ഫവാസഫുഹു ബിഹി. അപ്പൊ പിന്നെ ആ മഹല്ലിന് നജസി എന്നതുകൊണ്ട് വസ്ഫു പറയുക എന്നുള്ളത് മിമ്മ ജാതി മുജാവറത്തിൽ അദസ്, അശുദ്ധിയോട് ആ മഹല്ല് എന്താ എന്നറിയാമോ, മുജാവറത്തുണ്ട്. ആ മുജാവറത്തുണ്ടാവുക എന്നൊരു മജാദിലൂടെയാണ് അതിനുപയോഗിക്കുക എന്നുള്ളതാണ്. വകാന ഉദൂലുഹു അൻ തഅബീരി അസ്ലിഹി ബിൽ ഇസാലത്തി. മുഹററിൽ ഇസാലത്ത് എന്ന ഇട്ടത് ഇവിടെ റഫ് കിട്ടും. ഇസാലത്ത് എന്ന മുഹററിന്റെ ഇബാറത്തിനെ വിട്ട് മുസന്നിഫ് അവറുകൾ ഇവിടെ റഫ് എന്ന ഇബാറത്തിലേക്ക് തെറ്റിയത്. ഇത് റിആയത്തുൽ അവലി, ആദ്യത്തെ മാനയെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. എന്താ കാരണം അന്നഹു അത് ഹഖീഖത്തുൻ, ഹഖീഖത്തായതുകൊണ്ട് തന്നെയാ, അത് ഹഖീഖത്താണ്. അത് ഹഖീഖത്താണല്ല, അത് ഹഖീഖത്തായതുകൊണ്ടാണ് ആരിബാറത്തിട്ടത് റിആയത്തുൽ അവലി. റിആയത്തുൽ അവലി, അവലിനെ സൂക്ഷിച്ചതിന് വേണ്ടി എന്ന് പറയുന്നത് മുഹറൽ ഇബാറത്തിട്ടത് എന്തുകൊണ്ടാ ഇസാലത്ത്, അത് അവൽ ആദ്യത്തെ മാനയെ സൂക്ഷിച്ചതിന് വേണ്ടിയിട്ടതാണ്. അത് ഹഖീഖത്താണ്. വമാ റആഹു, എന്നാൽ മുസന്നിഫ് അവർ ഇവിടെ സൂക്ഷിച്ചു കൊണ്ടുവന്നത് അത് മജാസുൻ, അത് മജാസാണ്. അത് അബിലൗൽ ഹഖീഖത്തി, ആദ്യത്തെ മാന ഹഖീഖത്താവും, അതിനേക്കാൾ ഒന്നും കൂടി അബിലെ കൂടുതൽ കിട്ടുക മജാസല്ലേ. അതുകൊണ്ടാണ് ബിത്തിഫാഖിൽ ഉലമാ, ഇത് അബിലാണെന്നുള്ളത് എങ്ങനെ കിട്ടി, എല്ലാ സാഹിത്യകാരന്മാരും സമ്മതിക്കൽ കൊണ്ട്. അലാ അന്നദാലിക, എന്തോടൊപ്പം തന്നെ ആ അസ്ല് എന്തിട്ടിട്ടുണ്ട്, ഇസാലത്ത് കൊണ്ട് ഇബാറത്തിട്ടില്ല. ആ ഇബാറത്ത് മൂഹിമുൻ തോന്നിപ്പിക്കുന്നതാണ്. എന്ത് തോന്നിപ്പിക്കുന്നതാണത്? ആ തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നജസിനെ നീക്കുക, ഒന്നാമത്തെ അർത്ഥപ്രകാരം നജസിനെ നീക്കുക എന്നുള്ളത് വെള്ളത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് വരും. ഇത് യുസീലുഹു, കാരണം നജസിനെ നീക്കുക വൈറൽമായി വെള്ളമല്ലാത്ത നീക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തോന്നൽ വരും. അപ്പൊ അതിനൊക്കെ തെറ്റിക്കൊണ്ട് റെപ്പിട്ട പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓ തഖ്സീസുഹുമാ, എന്തിനാണ് നജസ് അശുദ്ധി ഇത് രണ്ടിനെയും പ്രത്യേകമാക്കിയത്? ആ തഖ്സീസ് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.